ഒരു കുട്ടി വ്ളോഗ് കണ്ടാലോ? കുട്ടി മോർണിംഗ് വ്ളോഗും. മോർണിംഗ് വെച്ചാൽ മോർണിംഗ് ചായ കുടിക്കുന്നവരേ ഉള്ളൂ. പിന്നെ ആ ചായ കുടിക്കുന്നത് കുട്ടി മസാല ദോശ. അതാണ് എൻ്റെ കുട്ടി മോർണിംഗ് വ്ളോഗ്. കാലത്ത് എഴുന്നേറ്റ് വന്ന് അങ്ങനെ ക്യാമറ അവിടെ വെച്ചിട്ട് എഴുന്നേറ്റ് വന്ന് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ എഴുന്നേറ്റ് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ. എഴുന്നേറ്റ് വന്ന് ചായയൊക്കെ കുടിച്ച്, നോർമൽ ചായ, കട്ടൻ കാപ്പി കുടിച്ചിട്ട് നമ്മൾ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകണതാണ് ഞാൻ ഇന്ന് വ്ളോഗിലിടുന്നത്. ഒത്തിരി ലെങ്ത് ഇട്ടാൽ നിങ്ങൾക്ക് കാണുമോയെന്നറിയില്ല, ലെങ്ത് ആവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് തന്നെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കുക്കറിലിട്ട് ഇങ്ങനെ വേവിച്ചിട്ട് ഉടയ്ക്കണേന് കുറച്ചും കൂടിയും ബെറ്റർ മറ്റേ അരിഞ്ഞരിഞ്ഞ് ചെയ്യണേക്കാൾ. ആദ്യം ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഓയിലൊഴിച്ച് കടുകിട്ട് ഉള്ളി, വറ്റൽമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ എന്താ വേപ്പില, സവാള ഇതൊക്കെ ഇട്ട് വഴറ്റി. ഞാൻ ഇടയ്ക്ക് ഒരുമിച്ചിടും, ഇടയ്ക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമണം മാറാനൊക്കെ ഇടും കേട്ടോ. അങ്ങനെ വഴറ്റിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഈ നമ്മുടെ ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് തട്ടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച്, നോർമൽ വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ആവാം, ചൂടുവെള്ളമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ, ഒഴിച്ച് കുഴമ്പ് രൂപത്തിലാക്കാം. ഉടക്കാൻ ഞാൻ മറന്നുപോയി കിഴങ്ങ്, അത് കാരണം ഞാൻ കയ്യിലും കൊണ്ടിട്ട് കുത്തുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ തുമ്മയും ചെയ്തിട്ടോ, അതിനകത്തോട്ടല്ല മാറി നിന്നാണ് തുമ്മിയത്. അതിന് ശേഷം അത് വഴറ്റി ആ മസാല പുരട്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കും. കാരണം എൻ്റെ ചട്ടി ചെറുതായതുകൊണ്ടേ എനിക്ക് വലിയ മസാല ദോശ ഉണ്ടാക്കാൻ പറ്റില്ല, കുട്ടി മസാല ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മഞ്ഞൾപ്പൊടി ഒക്കെ അതിൻ്റെ ഇടയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയതുകൊണ്ട്. എനിക്ക് ഈ മറ്റേ സെൽഫി സ്റ്റിക്കിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കണതേ. വലിയ മറ്റേ സ്റ്റാൻഡൊന്നും മേടിച്ചിട്ടില്ല. കാരണം ഞാൻ വ്ളോഗ് തുടങ്ങി ഒത്തിരി പ്രാവശ്യം യൂട്യൂബ് തുടങ്ങിയിട്ട് സ്റ്റോപ്പ് ചെയ്ത ആളാണ് ഞാൻ. അപ്പം ഞാൻ പ്രോപ്പറായിട്ട് വീഡിയോ ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ അതൊക്കെ മേടിക്കുള്ളൂ എന്ന് വിചാരിച്ചേക്കണതാണ്. അത് യൂട്യൂബിൻ്റെ വരുമാനവും കൊണ്ട് തന്നെ മേടിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞെത്തിയത്? ഉരുളക്കിഴങ്ങ് തട്ടണുള്ളൂ, അതിപ്പോഴാണ് ഇടുന്നത്. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്തിടുന്നേക്കാളും കട്ട് ചെയ്ത് ഇടുന്നേക്കാളും നോർമലായിട്ട് എടുത്ത് വീഡിയോ ഇടുന്ന ഇഷ്ടം. എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ക്ലിപ്പൊക്കെ വീണ്ടും പോകും, വീണ്ടും എഡിറ്റ് ചെയ്യും. നല്ല ചടങ്ങാണ്. എഡിറ്റ് ചെയ്യുന്നവരൊക്കെ സമ്മതിക്കണം, അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയണം. എനിക്കതറിയത്തില്ല. അങ്ങോട്ട് മാറ്റി വെച്ച് എൻ്റെ അടുക്കളയൊക്കെ നല്ല ഭംഗിയുള്ള അടുക്കളയായിരുന്നു. ഈ ചെതലെന്ന് പറഞ്ഞ സംഭവം വന്നിട്ട് എൻ്റെ കബോർഡൊക്കെ നശിപ്പിച്ചു. പിന്നെ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം, പതുക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ സാധനം കുത്തി ഇളക്കണ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത്. എത്രയും പെട്ടെന്ന് ദോശയുടെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. കാരണം എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞില്ല. അടുത്തത് ദോശയുടെ വീഡിയോ ആണ്. ദോശ ഈ ചട്ടി നല്ല ചട്ടിയാണ് കേട്ടോ, കാണും കല്ലിൻ്റെ ചട്ടിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് മേടിച്ചത്. എൻ്റെ വലുതെടുക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല. ചെറുതുപോലെ നമുക്ക് ദോശയെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ വലുത് വേണമെന്നായിരുന്നു. കാരണം ഇവിടെ മിക്കപ്പോഴും ഗീ ഇട്ട സാധാ നോർമൽ ദോശ ഇരിക്കില്ല, ഇത് തന്നെ ഇരിക്കും ദോശ. കറികൾ ഇങ്ങനെയും ഉണ്ടാവും, ഒന്നിനും ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ കിഴങ്ങ് അങ്ങനത്തെ. ആ ചെടി കണ്ടോ നിങ്ങൾ? അതിൻ്റെ ഇടയിൽ ലവ് ചിഹ്നത്തിൻ്റെ, അത് വീട്ടിൽ വെച്ച സ്നേഹം വരുമോ ഗെയ്സ്? നിങ്ങളൊന്ന് പറഞ്ഞു തരണേ. കാരണം പുറത്ത് കുറേ ഉണ്ട്, അകത്ത് കുറേ ഉണ്ട്. പക്ഷേ ഇവിടെ ഏത് സമയം അങ്ങനെ സ്നേഹങ്ങളൊന്നുമില്ല. 4 കൂടി തല്ലുകൊടുത്തോ. ഞങ്ങൾ 4 പേരാണ്, ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ. ഇതിങ്ങനെ ചെയ്തിട്ട് അപ്പം തന്നെ ചൂടോടെ ഞാൻ എടുത്ത് വെച്ച്, ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കാരണം നെയ്യൊക്കെ അതിൻ്റെ മുകളിൽ ഞാൻ വീണ്ടും ഒഴിച്ച് കൊടുക്കും. അതങ്ങനെ മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. ഞാൻ പല്ല് വെച്ച് കഴിഞ്ഞിട്ട് നെല്ലിക്ക കഴിക്കാണ്ട് കേട്ടോ. കാരണം എനിക്ക് കാലത്ത് തന്നെ പല്ല് വെച്ച് ഞാൻ കഴിച്ചില്ലെങ്കിൽ ഒരു സൈസ് ഇടങ്ങേറാണ്. അത് ശീലിച്ചു പോയി. അത് കാരണം എന്തെങ്കിലും ഇങ്ങനെ കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് അവധി ദിവസമാണെങ്കിൽ പിള്ളേർ എണീക്കുന്നത് 10 മണിയാവും. പിന്നെ എല്ലാവരും ഫ്രഷായൊക്കെ ആയി വരുമ്പോൾ സമയം വൈകും. അതല്ല എല്ലാവരും പോണ ദിവസമാണ്, ജോലിക്ക് പോകണ വർക്കിംഗ് ഡേയ്സൊക്കെ ആണെങ്കിൽ 8 മണി 8:30 നമ്മൾക്ക് ഞങ്ങൾ ചായ കുടിക്കും. ഇതിപ്പോൾ ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ടും വെക്കേഷൻ ആയതുകൊണ്ടും എല്ലാം വൈകും. എൻ്റെ മസാല ദോശ ഉണ്ടാക്കേണ്ടത് ഗീസ്. അത് ഇനി കഴിക്കണ വീഡിയോ. സോറി, അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് 2 ഐസ്ക്രീം മേടിച്ചായിരുന്നു. ഐസ്ക്രീം 2 അല്ല, 1. അതിന് ഫ്രീ കിട്ടിയതാണ്. അമൂലിൻ്റെ ഒരു 2 ഐറ്റം. നല്ല ഐസ്ക്രീമായിരുന്നു, നല്ല ഫ്ലേവറായിരുന്നു കേട്ടോ. ഞങ്ങൾ ഉച്ചക്ക് കഴിച്ചായിരുന്നു, നല്ല ഫ്ലേവറായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ അമൂൽ പാക്കറ്റ് കഴിക്കുന്നത് കേട്ടോ. ഞാൻ ഇത്രയൊന്നും ഇങ്ങനെ ഒരു കവറിൽ കഴിച്ചിട്ടില്ല. പാലൊക്കെ മേടിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ, അല്ലാണ്ട് കഴിച്ചിട്ടില്ല. 2 എത്ര രൂപക്കാന്ന് ഞാൻ ഓർക്കണില്ല. ഇങ്ങനെ കിട്ടി. ഇതൊരു സവാള ചട്നിയും കൂടിയാണ്. അവൾക്ക് ഈ ചട്നിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. മറ്റേ വെള്ളച്ചമ്മന്തിയൊക്കെ ഇല്ല, അതൊന്നും ഇഷ്ടമല്ല. തേങ്ങാ ചട്നി അതൊന്നും ഇഷ്ടമല്ല. ഇത് സവാളയും കുറച്ച് മുളകും ഉപ്പും കൂടി ഇട്ട് മിക്സിയിൽ അടിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും.
അതാണ് ഇവരുടെ ഫേവറേറ്റ്. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കിഴങ്ങനെ ഉണ്ടാവും. ഞാൻ കഴിക്കുന്ന വീഡിയോ കൂടി ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണേ.